ചെറിയൊരു കാല് പ്ലീസ് കാല് പിടിക്കരുത്. ഈ ഒരു പീസ് ഒന്ന് കട്ട് ചെയ്യോ? ഓക്കെ, നമ്മളിപ്പോ ഒരു ബോട്ടിനെ നമ്മള് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചേക്കാണ്. ഇതിന്റെ കൂടെ ഇടാൻ പോവാണോ? അല്ല, ഞാൻ അപ്പുറ സൈഡിൽ നിന്ന് എടുക്കാം. ഞാൻ ഇട്ടതാ. മതിയല്ലേ? മുളകുപൊടിയാണെങ്കിൽ കണ്ണിലെഴുതിക്കൊള്ളൂ. മുളകുപൊടിയാണെങ്കിൽ കണ്ണിലെഴുതിക്കൊള്ളൂ. ഇതെങ്ങനെയാണ് ഇതിന്റെ പൊടി പിടിച്ചു കച്ചപ്പല്ലേ? ടൊമാറ്റോ സോസ്. ഇഞ്ചി പേസ്റ്റ് ഇട്ടോ? അതൊന്ന് ഏലക്കപ്പൊടി മീറ്റ് മസാല. കളയുടെ അത് കേട്ടോ, മുഴുവൻ വേണ്ടി വരും. ഉണ്ടാവില്ല അത് കേട്ടോ. കുറച്ച് ഇതുണ്ട്, തൈര് ഒഴിച്ചിട്ടുണ്ട്. ഫുള്ള് ഒഴിച്ചോ? ഇല്ല, ഉപ്പ് കുറവാ. വീണ്ടും നമ്മുടെ രുചികരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് ഉപ്പ്. കയ്യിൽ ഉപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. ഉപ്പ് കയ്യിൽ വാങ്ങരുത്. ഇതിൽ പിടിച്ച ആ കൈ കൊണ്ട് ഒറ്റയ്ക്ക് എന്താ വിറകല്? മതി, അത് മതി. മറ്റേ ഇതിൽ തേക്കുന്നവരെ ആടിന്റെ മസിൽമ കുറച്ച് ശരവക്കരത്തിലെ ചേര പോലെ തിരിച്ചിട് അടിയിൽ മസാലയുണ്ട്. മസാല അതിൽ ഇനി മസാല വയ്ക്കാട്ടോ. പിന്നെ ആ ഉള്ളിലേക്കൊന്നും കയറിട്ടില്ല. ഫ്ലേവർ വരും, സ്മോക്കിന് പ്രത്യേക ഫ്ലേവർ ഉണ്ടാവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഗ്രില്ലിന് പോളിഷ് ആവുകയും ചെയ്യും. ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ള കാണാൻ പറ്റും. ഫയർ ഓക്കെ, ഇനി നമ്മുടെ മെയിൻ ലാമ്പിന് എടുക്കാം. ഇതിന് ഒരു 45 മിനിറ്റ് മിനിമം വേണ്ടി വരും. ഇതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഭവമുണ്ട്. അത് ചെയ്യാത്തൊരു കാര്യം, നമ്മൾ ലാമ്പ് അല്ലെങ്കിൽ ഏത് മീറ്റിംഗ് ചെയ്യുമ്പോൾ ഇതൊരു സ്പെഷ്യൽ ലിക്വിഡാണ്. അതായത് സോൾട്ടർ വാട്ടറാണ്. ചെയ്താൽ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പുറംഭാഗം നല്ല ക്രിസ്പിയായിട്ട് അതുപോലെ തന്നെ നല്ല ജ്യൂസി ആയിരിക്കും. അതല്ലെങ്കിൽ അകവും പുറം ഡിഫറെന്റ് ആയിട്ട്. അപ്പൊ എപ്പോൾ നിങ്ങൾ എന്ത് വീട്ടിൽ കുക്ക് ചെയ്താലും സോൾട്ടർ വാട്ടർ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പുറം ക്രിസ്പിയും എല്ലാവരും ശ്രദ്ധിച്ചോളി. നല്ലൊരു ടിപ്പാണ്. ഇങ്ങനെ രണ്ടാൾ കൂടി ഇങ്ങനെ എടുക്കും. ജീവനുണ്ടെങ്കിൽ തുടങ്ങി.
ഞാൻ കഴിച്ചില്ല ഇത് തരണ്ടേ ഞങ്ങൾ പാവങ്ങളോട് വയ്ക്കുന്നുണ്ട്. ഈ മുകളിലെ മസാല ഞങ്ങൾക്ക് കൂടി കുറച്ച് തരുമോ? ഹലോ ആരിസൊക്കെ വേർത്ത് പോയി. ഈ ഭാഗത്ത് എല്ലാവരും കഴിച്ചു. ഞാൻ കഴിക്കും.